പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിനി ഒന്ന് കൊച്ചിയിലേക്ക് വരാം. ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ഒറ്റ പാപ്പാഞ്ഞിയെ മാത്രമേ കത്തിക്കുകയുള്ളൂ. ഗാല ഡി കൊച്ചിയുടെ പാപ്പാഞ്ഞി മാത്രമാണ് കത്തിക്കുന്നത്. കൊച്ചി കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്താനിരുന്ന എല്ലാ പരിപാടികളും മാറ്റിവെച്ചു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം. സൈഫുനിസ അലിയാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൈഫുനിസ, ഗുഡ് മോർണിംഗ് സൈഫുനിസ. കൊച്ചി കാർണിവലിൽ ഈ പാപ്പാഞ്ഞി കത്തിക്കലൊക്കെ കാണാൻ എത്തുന്ന പ്രേക്ഷകർക്ക് അത്ര നിരാശപ്പെടേണ്ടതില്ല. ഒരു പാപ്പാഞ്ഞിയെ കത്തിക്കും. പക്ഷേ കാർണിവൽ കമ്മിറ്റി എല്ലാ ആഘോഷ പരിപാടികളും മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഗാലയുടെ പാപ്പാഞ്ഞി ഇല്ലായിരുന്നെങ്കിൽ ഒരു പാപ്പാഞ്ഞിയും ഇത്തവണ കത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമായിരുന്നു അല്ലേ സൈഫുനിസ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നമുക്കറിയാം, ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞിയെ കത്തിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു സാംസ്കാരിക തനിമയുടെ ഭാഗമാണ്. സ്വദേശികളും വിദേശികളും അടക്കം ആയിരക്കണക്കിന് പേരാണ് ഈ പുതുവത്സര ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചിയിലേക്ക് ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങ് ആസ്വദിക്കാൻ വേണ്ടി മാത്രമായി എത്തുക. 50 അടി ഉയരമുള്ള പാപ്പാഞ്ഞിയായിരുന്നു ഇത്തവണ ഒരുക്കിയിരുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാവുകയും ചെയ്തതാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പോഴാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗവാർത്ത എത്തുന്നതും ഒപ്പം തന്നെ ഔദ്യോഗിക ദിഗ്വാചരണം പ്രഖ്യാപിക്കുന്നതും. അതേ തുടർന്നാണ് ഈ ജില്ലാ ഭരണകൂടം കൂടി ഇടപെട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആഘോഷ പരിപാടികൾ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. 1 മാസം നീളുന്ന ആഘോഷമാണ് ഈ ഫോർട്ട് കൊച്ചിയിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കാർണിവൽ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുക. പക്ഷേ ഇത്തവണ വെളി ഗ്രൗണ്ടിൽ ഈ ഗലാഡെ ഫോർട്ട് കൊച്ചി ക്ലബിന്റെ നേതൃത്വത്തിലും ഒരു പാപ്പാഞ്ഞിയെ ഒരുക്കിയിരുന്നു. ഈ പാപ്പാഞ്ഞിയെ ഇത്തവണ കത്തിക്കും. ഈ കാർണിവൽ ആഘോഷ കമ്മിറ്റിയുടെ മാത്രമാണ് ഇത്തവണ പാപ്പാഞ്ഞിയെ കത്തിക്കേണ്ടെന്ന് തീരുമാനിച്ചിരുന്നത്. പക്ഷേ വെളി ഗ്രൗണ്ടിൽ പാപ്പാഞ്ഞിയെ കത്തിക്കും. അതുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചിയിൽ ന്യൂ ഇയർ ദിനാഘോഷങ്ങൾ ഇല്ല എന്ന് പറയാനാകില്ല. എങ്കിൽ പോലും നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടതുപോലെ അത്ര വലിയൊരു പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടുള്ള വലിയ ആഘോഷങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ നമുക്കറിയാം, തീർച്ചയായും പുതുവത്സരം ആഘോഷിക്കുവാനായി മലയാളികൾ നിരവധി പേർ എത്തുന്നതാണ് ഫോർട്ട് കൊച്ചിയിലേക്ക്. ആയിരക്കണക്കിന് പേർ ഇപ്പോൾ തന്നെ പല ദിവസങ്ങളിലായി ഈ ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് ന്യൂ ഇയർ തീരുന്നത് വരെ, ന്യൂ ഇയർ കഴിഞ്ഞാലും ഒരാഴ്ച ഈ ഒരു ആഘോഷങ്ങളൊക്കെ നിലനിൽക്കും. അപ്പോൾ അങ്ങനെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പാപ്പാഞ്ഞിയെ കത്തിക്കും വെളി ഗ്രൗണ്ടിൽ. പക്ഷെ പരേഡ് ഗ്രൗണ്ടിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്ര വലിയ ഒരു 50 അടി ഉയരമുള്ള പാപ്പാഞ്ഞിയെ കത്തിച്ചുള്ള ആഘോഷങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഓക്കെ, സൈഫുനിസയാണ് രാവിലെ ഈ വാർത്ത നൽകിയത്. ചിലർക്കെങ്കിലും നിരാശ ഉണ്ടാവുന്നൊരു കാര്യമാണ്. പക്ഷെ ഒറ്റ പാപ്പാഞ്ഞി അവിടെ ഉണ്ട് കേട്ടോ. ഒരു പാപ്പാഞ്ഞി ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിച്ച പാപ്പാഞ്ഞിയല്ല. സ്ഥിരം കത്തിക്കുന്ന കാർണിവൽ കമ്മിറ്റിയുടെ പാപ്പാഞ്ഞി ഇത്തവണ ഉണ്ടാവില്ല. പകരം ഈ വെളിമൈതാനത്ത് കത്തിക്കുന്ന പാപ്പാഞ്ഞി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏതെങ്കിലും ഒരു പാപ്പാഞ്ഞി കത്തിച്ചാൽ പോരെ അല്ലേ? ഇങ്ങനെയുള്ള സമയങ്ങളിൽ അതല്ലാതെ മറ്റെന്തു മാർഗം? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ,